എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ജന്മദിനമാണ്. കൃഷ്ണൻ്റെ ജനനവും വളർച്ചയും കുസൃതിയും മറ്റ് ലീലാവിലാസങ്ങളൊക്കെയാണ് കൃഷ്ണ ജയന്തി എന്ന് പറയുമ്പോൾ മനസ്സിൽ വരിക. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. ശ്രീകൃഷ്ണൻ മുതിർന്ന് ഒരു മഹാനായി തീർന്നതിന് ശേഷം ഒരു ഹിന്ദു രാഷ്ട്രമൊക്കെ സ്ഥാപിച്ച് ഭരിച്ച് ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭരണം സമ്പൽ സമൃദ്ധമായിരുന്നു, അവിടെ തേനും പാലും ഒഴുകിയിരുന്നു എന്നൊക്കെ നമുക്ക് പരിശോധിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ പുരാവസ്തു തെളിവുകളൊന്നുമില്ല. ഉള്ളത് ചില കഥകളും പുരാണങ്ങളൊക്കെയാണ്. അത് വെച്ച് വേണം നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കാൻ. ഇന്ത്യയിൽ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കഥയാണ് കുചേലൻ്റെ കഥ. കുചേലനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥ. ഈ കഥയിലൂടെ നമ്മൾ മുന്നോട്ട് പോയ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ കഥ മലയാളത്തിൽ കവിതാരൂപത്തിൽ എഴുതിയത് രാമപുരത്ത് വാര്യറാണ്. വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഈ വഞ്ചിപ്പാട്ടിൽ കവി ശ്രീകൃഷ്ണനെ പറ്റി വലിയ സംഭവങ്ങളൊക്കെ പുകഴ്ത്തിക്കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിലും കുചേലൻ എന്ന കഥാപാത്രത്തിൽ എത്തിയതോടെ പിന്നെ പറയുന്നത് മുഴുവൻ ദാരിദ്ര്യമാണ്. കുചേലൻ ഭാര്യയോട് പറയുകയാണ്, കൃഷ്ണനെ കാണാൻ നാളെ കാലത്ത് തന്നെ പുറപ്പെടണം. ഇവിടെ വെറുതെ കുത്തിയിരുന്നാൽ പട്ടിണി കിടന്ന് ചാവുകയേ ഉള്ളൂ. ആളെ കണ്ടാൽ വല്ലതും കിട്ടും, പക്ഷേ വെറും കൈയോടെ അദ്ദേഹത്തെ കാണാൻ പോകാൻ പറ്റില്ല. നീ എന്തെങ്കിലും തന്നയക്കണം. ത്രിഭുവനം അടക്കി വാണരുളുന്ന മഹാപ്രഭുവിനെ കാണുവാൻ കയ്യിൽ എന്തെങ്കിലും ഇല്ലാതെ സ്വഭാവനത്തിങ്കിൽ നിന്ന് ആരും ഗമിക്കരുത്. 3 ലോകങ്ങളും അടക്കി വാഴുന്ന മഹാപ്രഭുവാണ് കൃഷ്ണൻ. അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ വേണം. അതിപ്പോൾ ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമില്ല. അത് വെറും ഒരു ഇലയാകാം, പൂവാകാം, അവലാവാം, മലരാകാം, പഴങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തും ആകാം. മലർക്കന്യകയുടെ മണവാളനായ ഭഗവാൻ ഇതെല്ലാം സ്വീകരിക്കും. പക്ഷേ ഇതിന് ഈ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ എന്താണ് ഉള്ളത് അങ്ങനെ കൊണ്ടുപോകാൻ? വിപ്രഭാമിനി യാചിച്ചു കൊണ്ടെന്ന ധാന്യം അത് ക്ഷിപ്രം ഇരുട്ടത്തിട്ട് ഇടിക്ക കൊണ്ട് എന്നാണ് പറയുന്നത്. കുചേലൻ്റെ ഭാര്യ പിച്ചയെടുത്ത് കൊണ്ടുവന്ന ധാന്യമാണ് ആ വീട്ടിലുള്ളത്. വിപ്രഭാമിനി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായി തോന്നും. ബ്രാഹ്മണൻ്റെ ഭാര്യ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ശ്രീകൃഷ്ണൻ ഹിന്ദുരാഷ്ട്രം സ്ഥാപിച്ച് ഭരിക്കുന്ന കാലത്ത് കുചേലൻ ജീവിച്ചിരുന്നത് ഭിക്ഷ എടുത്തിട്ടാണ് എന്ന് നമുക്ക് ആ വരികളിൽ നിന്ന് മനസ്സിലാക്കാം. എന്തൊരു കഷ്ടമാണ് ആ രാഷ്ട്രത്തിലെ സ്ഥിതി. വീട്ടിലാകെയുള്ളത് ആ ഭിക്ഷ കിട്ടിയ ധാന്യമാണ്. ആ ധാന്യം എടുത്ത് പൊടിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനാണ് ഭർത്താവ് പറയുന്നത്. ഭർത്താവിൻ്റെ വാക്ക് കേട്ടിട്ടനന്തരം വിപ്രഭാമിനി യാചിച്ചു കൊണ്ടെന്ന ധാന്യം ക്ഷിപ്രം ഇരുട്ടത്ത് ഇട്ടിടിക്ക കൊണ്ടും കല്ലും നെല്ലുമേറും ആ പൃഥുകം അത് ഒരു പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി എന്നാണ് കവി പറയുന്നത്. ഭാര്യ അയച്ചു കൊണ്ടുവന്ന ധാന്യം തിരക്കിൽ ഇരട്ടത്തിടിച്ച് എടുത്ത് അവിലാക്കി മാറ്റി അതുകൊണ്ടൊരു കുഴപ്പം പറ്റി. ആ അവിലിൽ കല്ലും നെല്ലും കലർന്നു കിട്ടുന്നു. ക്ഷിപ്രം ഇരുട്ടത്ത് ഇടിച്ച കൊണ്ട് എന്നാണ് കവി പറഞ്ഞത്. ഇരുട്ടത്ത് ഇടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. എന്തൊരു മുടിഞ്ഞ ദാരിദ്ര്യമാണ്. കുചേലൻ ആ അവിൽ പൊതിയും കൊണ്ട് ചകോരാദി പക്ഷികളുടെ കോലാഹലം കേട്ട് സന്തോഷിച്ച് ബാലാദിത്യ വെട്ടം തുടങ്ങിയ നേരം പഴയകാല ചങ്ങാതിയെ കാണാനായി പുറപ്പെട്ടു. ഈ ഒരു യാത്രയ്ക്ക് അദ്ദേഹം പലതവണ ആലോചിച്ചതാണ്. പട്ടിണി കിടന്ന് ബോറടിച്ച പല സമയങ്ങളിലും പോണം എന്ന് കുചേലൻ ആലോചിക്കുമായിരുന്നു. പക്ഷേ നാളെ എന്ന് വെച്ച് നീട്ടി. നാളെ എന്നാകട്ടെ ഭഗവാനെ കാണാൻ ഇത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്നു ചെല്ലുമ്പോൾ. ഇന്നിപ്പോൾ ആകസ്മികമായി ഞാൻ ചെല്ലുമ്പോൾ തൻ്റെ ദാരിദ്ര്യം മാറ്റാൻ ശ്രീകൃഷ്ണൻ സഹായിക്കുമോ? കുചേലൻ അക്കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഒരു രാജാവും ദാസ്യനും തമ്മിൽ സൗഹൃദം ഉണ്ടാകുമോ? ദാശാഹനൻ ദാരിദ്ര്യമൊഴിച്ചയപ്പാൻ ബന്ധം വേണ്ട, ദാസ്യ സഖ്യാദികളോ നിത്യന്മാർക്കുണ്ടാമോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ദാരിദ്ര്യം മാറ്റാൻ ശ്രീകൃഷ്ണന് ഒരു ബന്ധത്തിൻ്റെയും ആവശ്യമില്ല. കാരണം ദൈവങ്ങൾക്ക് ദാസ്യമെന്നോ സൗഹൃദമെന്നോ ഉള്ള വേർതിരിവുകൾ ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളൊന്ന് നോക്കുമ്പോൾ ആ വരികൾ വായിക്കുമ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ബ്രാഹ്മണനെയാണ് ക്ഷത്രിയൻ ദാസ്യനാക്കി ഇവിടെ മാറ്റിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കുചേലൻ ശ്രീകൃഷ്ണൻ വാഴുന്ന ദ്വാരക പട്ടണത്തിലെത്തി. അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ രാമാനുജാഞ്ചിത രാജധാനി സൽക്കരിച്ചേകിയ രോമാഞ്ചക്കുപ്പായം ഈറനായി ചെഞ്ചമ്മേ എന്നാണ് കുചേലൻ്റെ ഒരു അവസ്ഥ. കുചേലൻ്റെ വിശപ്പ് പമ്പ കടന്നു. മാത്രമല്ല രോമാഞ്ച കുപ്പായം ഈറനായി, രോമാഞ്ച കഞ്ചുകനായി മാറുകയും ചെയ്തു എന്ന് പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതൊക്കെ 7ാം മാളിക മുകളിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ആഴിമകളും ഒരുമിച്ചൊരു കട്ടിലിന്മേലിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ 360 ഡിഗ്രി വിഷം കിട്ടും. അതുകൊണ്ട് തന്നെ 7 ഉലകുവാഴിയായ തമ്പുരാൻ എത്രയും താഴത്തൻ്റെ വയസ്യനെ ദൂരത്ത് കണ്ടു. തൻ്റെ പ്രായമുള്ള എന്നാൽ തൻ്റെ ക്ലാസ് മിസ്റ്റേക്കായ കുചേലൻ
ഇങ്ങനെ നടന്നു വരുന്നത് അദ്ദേഹം കണ്ടു. ഈ രാമപുരത്ത് വാര്യർ കവി അദ്ദേഹം പിന്നെയും ദാരിദ്ര്യം വർണ്ണിക്കുകയാണ്. കണ്ടാലെത്ര കഷ്ടം അത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ട് തറ്റുടുത്തിട്ട് ഉത്തരീയവും ഇട്ടു. വളരെ മുഷിഞ്ഞതും കീറിപ്പഴകിയതുമായ വസ്ത്രം എടുക്കുകയും അത് തറ്റായി ധരിക്കുകയും മറ്റൊരു കീറിയ തൊട്ട് വസ്ത്രം മേൽമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയിൽ കൃഷ്ണന് നൽകാൻ കൊണ്ടുപോയ അവലാണ്. നമുക്കറിയാം ദാരിദ്ര്യം കാരണം അതൊരു ചെറിയ തുണിയിലാണ് പൊതിഞ്ഞിട്ടുള്ളത്. ഒരു പുസ്തകവുമുണ്ട്, അത് അദ്ദേഹത്തിന് പ്രയോജനപ്പെടാത്തതാണ്. എങ്കിലും ഈ രണ്ട് വകകളും കക്ഷത്തിങ്കൽ ഇടുക്കി പിടിച്ച് എളിമയോടെയാണ് അദ്ദേഹം നടക്കുന്നത്. ഭദ്രമായ ഭസ്മവും ധരിച്ച് നമസ്കാര കിണമുദ്രയും മുഖരമായ പൊളിക്കുടയും. അദ്ദേഹം നെറ്റിയിലും ശരീരത്തിലും ഭംഗിയായി ഭസ്മം പൂശിയിട്ടുണ്ട്. നിരന്തരമായ നമസ്കാരങ്ങൾ മൂലം കാൽമുട്ടുകളിലും കൈമുട്ടുകളിലും പാടുകൾ കാണാനുണ്ട്. കീറിപ്പോയതിനാൽ കരകര ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഓലക്കുടയുമുണ്ട്. ഇങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ കടമുറിയായി വരുന്ന ബ്രാഹ്മണനെ കണ്ടിട്ട് ശ്രീകൃഷ്ണൻ കരഞ്ഞുപോയി എന്നാണ് കവി പറയുന്നത്. അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ധൈര്യം ചിന്തിച്ചുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഈ കവിതയിലെ ഏറ്റവും ദാരിദ്ര്യത്തിൻ്റെ ഭീകരമായ വർണ്ണന. ഏറ്റവും മനോഹരമായ സന്ദർഭവും ഇതുതന്നെയാണ്. എല്ലാ ദൈവങ്ങളും കരഞ്ഞിട്ടുണ്ട്. അച്ഛൻ മരിച്ച വിവരമറിഞ്ഞ ശ്രീരാമൻ അലമുറയിട്ടിട്ടുണ്ട്. സീതയെ കാണാതായപ്പോൾ ചുറ്റും കണ്ട എല്ലാറ്റിനോടും അദ്ദേഹം കരഞ്ഞ് അന്വേഷിക്കുന്നത് നമ്മൾ രാമായണത്തിൽ വായിക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. അമ്മ ഉരലിൽ കെട്ടിയിട്ട് അടിച്ചപ്പോൾ പോലും ചിരിച്ചുകൊണ്ട് വായ തുറന്ന് ലോകം കാണിച്ച പ്രഹ്ലാദനാണ് ശ്രീകൃഷ്ണൻ. എപ്പോഴും ചിരിക്കുന്നവൻ, അങ്ങനെയാണ് പുരാണങ്ങൾ പറയുന്നത്. ആ ശ്രീകൃഷ്ണനാണ് ഈ അന്തണൻ്റെ ദാരിദ്ര്യം കണ്ട് കണ്ണുനീരണിഞ്ഞത്. അതുകൊണ്ട് കവിക്ക് തന്നെ കൺഫ്യൂഷനായി. അദ്ദേഹം ചോദിക്കുന്നു, എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ന് കവി പറയുന്നുണ്ടെങ്കിലും എന്താണ് കാരണമെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം. ശ്രീകൃഷ്ണൻ സ്ഥാപിച്ച ഹിന്ദു രാഷ്ട്രത്തിൽ സ്വന്തം കൂട്ടുകാരൻ പോലും ദാരിദ്ര്യം അനുഭവിക്കുകയാണല്ലോ. അപ്പോൾ തൻ്റെ ഭരണം ഒരു ദുരന്തമാണോ? അതൊരു ബ്രാഹ്മണൻ. അപ്പോൾ അന്നവിടുത്തെ ബ്രാഹ്മണനേക്കാൾ താഴ്ന്ന ജാതിക്കാരുടെ കാര്യം എന്തായിരിക്കും? ഇതൊക്കെയാണ് വഞ്ചിപ്പാട്ടിലൂടെ രാമപുരത്ത് വാര്യർ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടല്ലാതെ ഉള്ളി കൂടെ പറഞ്ഞു തരുന്ന പാഠം. ഇതിൽ നിന്ന് ഇന്നത്തെ കാലത്ത് അത് വായിച്ചെടുക്കാൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മതത്തിൻ്റെ രാഷ്ട്രം എന്ന് പറയുന്നത് ഭീകരമാണ് എന്നുള്ളതാണ്. ഒരു മതത്തിൻ്റെ മാത്രം രാഷ്ട്രം, അത് പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും ഇനി ബുദ്ധന്മാരുടെ നാടായ ശ്രീലങ്കയായാലും മതരാഷ്ട്രം എന്നത് ഇതുവരെയുള്ള പരീക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ, ലോകത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പരീക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണക്രമം പോലെ തന്നെ പരാജയമാണ്. ഈ കാര്യം അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് സൗകര്യപൂർവ്വം മറന്നതുകൊണ്ടോ ആണ് 100 വർഷം മുമ്പ് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അവർ ഈ കവിത വായിക്കുകയായിരുന്നെങ്കിൽ അവരന്ന് 1925 വിജയദശമി നാളിലെടുത്ത തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ചേനെ. കാരണം അവരഞ്ചു പേരും ബ്രാഹ്മണരായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.